ഹലോ, വെൽക്കം ടു ക്രാഫ്റ്റ് മൈസെൽഫ്. ഇന്ന് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഒരു ഗീവ് അവേ കുറിച്ചിട്ട്. ഇന്നൊരു ഗീവ് അവേ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം ഫസ്റ്റ് തന്നെ. അതായത് നമ്മുടെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് തികയുമ്പോഴാണ് ഞാൻ ഫസ്റ്റത്തെ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് വലിയ ഗിഫ്റ്റൊന്നും ആയിരിക്കില്ല, എന്നാലും ഒരു ചെറിയ രീതിയിലൊരു ഗീവ് അവേ നടത്താം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരുപാട് ഗീവ് അവേസ് ഉണ്ടായിരുന്നു. ഞാനും പങ്കെടുത്തിരുന്നു. സങ്കടമൊന്നും ഇല്ലടോ, നമുക്ക് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാത്ത ആൾക്കാരുടെ മെസ്സേജസൊക്കെ ഞാനിങ്ങനെ കമൻറ്റ് ബോക്സിൽ കണ്ടപ്പോൾ എനിക്കും ചെറിയ വിഷമമൊക്കെ ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിലൊരു ഗീവ് അവേ നടത്താമെന്ന്. വലിയ ഗിഫ്റ്റൊന്നുമല്ല, ചെറുതാണെങ്കിലും നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നടത്താം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വെറും 50 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്, 50K അല്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാനുള്ള അവസരം. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഗീവ് അവേയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നാലെ പറയാം കേട്ടോ. മെയിനായിട്ട് 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് ഗീവ് അവേ നടത്താം. ഓക്കെ, ഇന്നൊരു വെതർ ജേണലാണ്. വെതർ ജേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വളരെയധികം മൂഡൗട്ടൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇന്നൊരു രസമില്ലടോ, ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെന്ന് പറയില്ലേ. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ മൂഡിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ജേണൽസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആണെങ്കിൽ നിങ്ങളൊരു സ്കൈ വരയ്ക്കുക, അതിലൊരു സൂര്യനെ വരച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഹാപ്പിയാണ്. ഇനി ഒരു മൂഡില്ല, ഒരു കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു കാർമേഘമൊക്കെ നിറഞ്ഞ ഒരു ഇത്. ഇനി മഴയാണ്, നമ്മൾ നല്ല കുറച്ചൊന്ന് വിഷമത്തിലാണ്, സങ്കടമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റെയിനി ക്ലൗഡ് വരച്ചു കൊടുക്കാം. കുറച്ച് മഴയൊക്കെ പെയ്യുന്ന അങ്ങനത്തെ ഒരു ക്ലൗഡ് വരച്ചു കൊടുക്കാം. ഇനി അതുമല്ല, നമ്മൾ നല്ല ദേഷ്യത്തിലാണോ, നമുക്ക് ഭയങ്കര വാശിയും ദേഷ്യവും അങ്ങനെ നമ്മൾ ഒരു ഔട്ട് ബേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ ഇടിവെട്ടും മിന്നലും ഒക്കെ ഉള്ള ഒരിത് വരച്ചു കൊടുക്കാം. അപ്പോൾ മാത്രമല്ല, ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അതോ ഇനി ഒരു മിക്സഡ് സിറ്റുവേഷൻ ആണോ എന്നറിയില്ല എങ്കിൽ നിങ്ങൾക്കിതെല്ലാം കൂടി ചേർത്ത് വരയ്ക്കാം. എന്നിട്ട് ഓരോ സൈഡിലും എഴുതാം, എന്തുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആവുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ സാഡ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഗ്ലൂമി ആയിരിക്കുന്നതെന്ന് ഓരോ കോളത്തിലും എഴുതി കൊടുക്കുക. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കോപ്പി അടിച്ചതൊന്നുമല്ല, അത് നോക്കി വരച്ചതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു, ബൈ ബൈ. എല്ലാവരും ജേർണൽ ചെയ്യുക കേട്ടോ. ഓക്കേ.